20 ലക്ഷം രൂപയ്ക്ക് താഴെ വാങ്ങാൻ പറ്റുന്ന ഇലക്ട്രിക് കാറുകൾ ഒന്ന് നോക്കിയാലോ. നിങ്ങൾക്ക് പുതിയൊരു ബ്രാൻഡിലേക്ക് മാറാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാർ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. വിയറ്റ്നാമീസ് കമ്പനിയായ വിൻഫാസ്റ്റിന്റെ VF6 എന്ന മോഡൽ 18 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഈ കാറ് നിങ്ങളുടെ പോർച്ചിൽ കിടക്കും. ഇനി നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ നിന്നും കൂടിയ വിലയിലേക്ക് പോകാം. ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും വില കുറഞ്ഞ EV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് MG കോമറ്റ് ആണ്. 8,26,000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാർ സ്വന്തമാക്കാനായിട്ട് പറ്റും. തൊട്ടടുത്ത് നിൽക്കുന്നത് ടാറ്റ ടിയാഗോ ആണ്. 8,78,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാറ്റ തന്നെയാണ്. 11 ലക്ഷം രൂപയുണ്ടെങ്കിൽ ടാറ്റ പഞ്ച് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കാനായിട്ട് പറ്റും. ഇനി അതല്ല 13 ലക്ഷം രൂപ മുടക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാറ്റയുടെ 2 ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ. ടാറ്റ നെക്സോണും ടാറ്റ ടിഗോറും. ഇനി കുറച്ചും കൂടെ ബഡ്ജറ്റ് കൂട്ടി ഒരു 14 ലക്ഷം രൂപയിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിട്രൺ C3 എന്ന വണ്ടി എടുക്കാനായിട്ട് പറ്റും. ഇനി അതല്ല 15 ലക്ഷം രൂപയുടെ വണ്ടിയാണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MGയുടെ വിൻസർ നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മഹീന്ദ്രയുടെ കാർ തന്നെ മതി എന്നാണെന്നുണ്ടെങ്കിൽ XUV 400 17 ലക്ഷം രൂപയ്ക്ക് വാങ്ങാനായിട്ട് പറ്റും. ടാറ്റയുടെ ഒരു സ്റ്റൈലിഷ് EV വേണമെന്നുണ്ടെങ്കിൽ 19 ലക്ഷം രൂപയ്ക്ക് ടാറ്റ കേവ് കിട്ടും. ഇനി 20 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ MGയുടെ ZS EV ഒരു ഓപ്ഷനാണ്. ഇനി അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കിയ കേറൻസ് എടുക്കാനായിട്ട് പറ്റും. ഇനി അതും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹ്യുണ്ടായി ക്രെറ്റ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാറുകളാണ് 20 ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്നത്. പക്ഷേ ഇത്രയൊക്കെ കാറുകളുടെ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ എടുക്കാനായിട്ട് പോകുന്നത് 2026 ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്ന നമ്മുടെ മാരുതി ഈ വിറ്റാര തന്നെ ആയിരിക്കും അല്ലേ.